ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സാലിയാസ് വേൾഡ്. അപ്പോൾ അതാ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇപ്രാവശ്യത്തെ നോമ്പിൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാതും പാടി ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല. നമ്മൾ രാവിലെ ആദ്യം തന്നെ അത്താഴമൊക്കെ കഴിച്ചു. അത്താഴം ഞാൻ ഈ ഓട്സ് ആട്ടോ കഴിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം വല്ലാതെ ഈ ചോറ് കഴിക്കണില്ല എന്നുള്ളതിലാണ്. അപ്പോൾ എന്താണോ ഏറ്റവും നല്ലത് അത് കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓട്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു, അതും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അത്താഴം കഴിച്ചിട്ടോ. അപ്പോൾ അതാ വൈകുന്നേരത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് കാണാം. അപ്പോൾ നമ്മൾ പുതിയൊരു എയർ ഫ്രയർ വാങ്ങിച്ചിട്ടോ. അപ്പോൾ റമളാൻ്റെ തലേന്നൊക്കെ ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഏറ്റവും ഉപകാരപ്പെട്ട റമളാൻ തന്നെ കേട്ടോ. അതായത് പൊരിക്കാതെ, എണ്ണയിൽ പൊരിക്കാതെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാമല്ലോ. റമളാനായിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊരിക്കടിയില്ലാതെ ആർക്കും വല്ലാതെ പറ്റൂല. അപ്പോൾ എന്നും പൊരിക്കടിയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലതാണ് കേട്ടോ, നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്. എന്നാൽ എണ്ണയിൽ പൊരിക്കും വേണ്ട, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് പൊരിച്ച് വെച്ചു, ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഇതാ നൈസ് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് നമ്മൾ കുട്ടൻ്റെ കറി കേട്ടോ, അത് വറുത്തരച്ചാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കിയത് ഫസ്റ്റ് ദിവസം തന്നെ. അപ്പോൾ അതാ കുട്ടൻ വറുത്തരച്ച കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതവിടെ ഉണ്ട്. പിന്നെ ഇതിലുണ്ടോ വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പൊരി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതാ ചോറുണ്ട്. നമ്മൾ ഉപ്പാക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എല്ലാ റമളാനും പറഞ്ഞാണ് ഉപ്പ കടി വല്ലാതെ കഴിക്കില്ല, ഉപ്പാക്ക് ചോറാണ് ഇഷ്ടം. അപ്പോൾ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പിന്നെ ഇന്ന് കുറച്ച് പ്രിപ്പറേഷൻ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സേമി അതേപോലെ തന്നെ അങ്ങനത്തെ റവ അങ്ങനത്തെ ഒക്കെ ഒന്ന് വറുത്ത് വെക്കാണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും റമളാൻ്റെ മുന്നേ നമ്മൾ ചെയ്യൽ. പക്ഷെ ഇപ്രാവശ്യം ഒന്നും നടന്നില്ല. മക്കളും അതേപോലെ ഞങ്ങൾക്ക് വേറെ കുറേ എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ റവ കാച്ചി വെച്ചിട്ടുണ്ട്, പിന്നെ പൊരിക്കടി. അപ്പം അതിൻ്റേതായിട്ടുള്ള അടുക്കള ആകെ കണ്ട് അലങ്കോലമായി കെടുക്കാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഇനി വൃത്തിയാക്കി വെക്കാണ്ട്. അത് ഈ പണി കഴിച്ചുകൊണ്ടാണ് ഇന്ന് മൊത്തത്തിലുണ്ട് ഇതായി. ബാക്കി എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഒക്കെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ അതാ എല്ലായിടത്തും ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച്, അതേപോലെ തന്നെ അവിടെ എല്ലായിടത്തും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച് എല്ലാതും നമ്മളിവിടെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നോമ്പ് പറക്കാൻ നേരത്തെ ഉണ്ട് കഴിക്കുന്നിടത്തൊക്കെ ഇതാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്, നാരങ്ങ വെള്ളം, പിന്നെ പൊരിക്കടിയും, പിന്നെ ഇന്ന് സ്ട്രോബെറിൻ്റെ എമി ആദ്യം തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ട്രോബെറിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇന്ന് ജ്യൂസാക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നോമ്പെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ട്, കാരണം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ തന്നെ അവനക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അതിന് തന്നെ ഓന് കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇസ്ലാം.